ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു സൺഡേ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിക്ക് ഹരിതി നിവ്യാണുള്ളത്. ബാക്കി 2 പേർ ലീവാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് 12 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടിനാടുന്ന് ഉമ്മയും മൂത്തുമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവർ വരികയാണെങ്കിലും എൻ്റെ കണ്ണ് അവരുടെ സഞ്ചിയിലേക്കായിരുന്നു. 12 മണിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനും നിവ്യയും ഉമ്മയും മൂത്തുമ്മയും കൂടി ഓങ്ങല്ലൂരിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇനി നെക്സ്റ്റ് വീഡിയോ ഹോസ്റ്റലിൽ ഇരുന്ന് എങ്ങനെയാണെന്നൊക്കെ നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓങ്ങല്ലൂർ സെൻറ്ററിൽ നിന്ന് കാരക്കാട് റോഡ് വരണം 40 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈമൊക്കെ പറഞ്ഞായിരുന്നു. എന്നാലും ഒന്നും കൂടി ഞാൻ പറയാണ്, കാരണം ആദ്യം ചിലപ്പോൾ ഈ വീഡിയോ ആണെങ്കിലോ കാണുന്നത്. അപ്പോൾ എന്തായാലും 6 മണിക്കാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി. 6 മണിയാകുമ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വരും. ആ വണ്ടിയിൽ കയറിയിട്ട് ലാബിൽ പോയി ഇറങ്ങും. പിന്നെ എനിക്ക് 10:30ക്കാണ് അത് കഴിയുക, ഹരിതക്ക് 11:30. ഞങ്ങൾ ഓരോ ദിവസവും മാറി മാറിയിട്ടാണ് ഷിഫ്റ്റ് എടുക്കുന്നത്. അതേപോലെ നീയക്കും നിവ്യക്കും ഡ്യൂട്ടി ടൈം ഉണ്ട്. അപ്പോൾ ഹരിത ഞായറാഴ്ച ആയതുകൊണ്ട് അവർ വീട്ടിൽ പോയി. നീയ ഒരു 3 ദിവസമായി അവളെ നാട്ടിൽ പോയിട്ട്. അവർ നിലമ്പൂരാണ്. ഇപ്പോൾ ഹോസ്റ്റലിലുള്ളത് ഞാനും നിവ്യയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡാണ് അവർ കൊടുന്നിരിക്കുന്നത്. ഫുഡ് ഞാൻ നോക്കിയപ്പോൾ ചോറ്, ഉണക്കൽ കറി, ഓംലെറ്റ്, പയറുപ്പേരി, ബീഫ് റോസ്റ്റ്, പത്തിരി, ചപ്പാത്തി. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ ഇത് വീഡിയോ മെയിനായിട്ട് എടുക്കാൻ കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ ഞങ്ങൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഡ്യൂട്ടി മറ്റു വർക്കൊക്കെ കാരണം ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് തട്ടിക്കൂട്ടാണ് പതിവ്. ഫുഡൊക്കെ അവിടെ എടുത്ത് വെച്ച് ഞാൻ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. കുറച്ചൊന്നുമല്ല കേട്ടോ, എന്നും ഞാൻ തിരുമ്പി കുളിക്കും. പക്ഷേ ഇന്നലെ ഞാൻ തിരുമ്പിണ്ടായിരുന്നില്ല, കാരണം ഇന്ന് സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ 2 ജോഡി തിരുമ്പാണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ സോപ്പ് പൊടി ഇട്ട് വെച്ചു. എന്നിട്ട് ഒരാഴ്ചത്തെ ഉണക്കട്ടുണ്ടായിരുന്നു, അത് മടക്കി വെക്കുകയാണ്. എൻ്റെ മാത്രമല്ല ഹരിതയുടെ ഞാൻ മടക്കി വെക്കുന്നുണ്ട്. ഹരിത എന്തായാലും വീഡിയോ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ മടക്കി വെക്കണതിൻ്റെ ഒപ്പം തന്നെ ഉമ്മയും മൂത്തുമ്മയും ഹാളിൽ ഇരുന്നിട്ട് ഞങ്ങളടുത്ത് സംസാരിക്കണമുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ കബോർഡ് എന്ന് പറയുന്നത്. ഒരു ഭാഗം എൻ്റെതും മറ്റു ഭാഗം ഹരിതയുടെയുമാണ്. ഇപ്പോൾ ഫുൾ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനൊരു ഹോം ടൂറ്, അതായത് അപ്പാർട്ട്മെൻറ്റ് ടൂറ് നടത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വരും. പിന്നെ ഞങ്ങൾക്ക് റെസ്റ്റ് ടൈമാണ്. അപ്പോഴേക്കും അടുത്ത ഷിഫ്റ്റിനുള്ള ടൈമാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡെയിലി ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. ആഴ്ചയിൽ സൺഡേ ഞങ്ങൾക്ക് ഉച്ചവരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബാക്കി ടൈം ക്ലീൻ ചെയ്യാറാണ് പതിവ്. കഴിഞ്ഞ സൺഡേ ഞാൻ എൻ്റെ വീട്ടിൽ പോയ കാരണം ഹരിതി നീയും നിവ്യയും കൂടിയിട്ടാണ് ഇവിടെ ക്ലീൻ ആക്കിയത്. ഇപ്രാവശ്യം എനിക്കും നിവ്യക്കുമാണ് ഈ ഡ്യൂട്ടി ഉള്ളത്, കാരണം ഹരിതി നീയും പോയല്ലോ. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഉമ്മാനെയും മൂത്തുമ്മാനെയും പറഞ്ഞയച്ചു. അവർക്കും ഫുഡ് കഴിക്കണമല്ലോ. അത് മാത്രമല്ല കുറേ സമയം ഇരുന്നിട്ട് എന്തിനാ വെറുതെ ടൈം കളയുന്നതെന്ന് പറഞ്ഞിട്ട് അവർ വേഗം പോയി. അവരധികം നേരമൊന്നും ഇരുന്നില്ല, ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാക്കി പണികളൊക്കെ ഏറ്റെടുത്തു. വീഡിയോ കാണുമ്പോൾ ഫുൾ പണി ഞാനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നും. അല്ല, ഞാനും നിവ്യയും കൂടിയിട്ട് മത്സരിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് റെസ്റ്റ് ടൈമാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. വേഗം പണി കഴിച്ചാലേ ഞങ്ങൾക്ക് കുറേ നേരം കിടന്ന് ഉറങ്ങാനും ഫോണിൽ കളിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ എങ്ങനെ പോയാലും ഈ ക്ലീനിങ്ങും ഫുഡ് കഴിക്കലും കുളിയും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 3:30 ആവും. വീക്കിലി ഞങ്ങൾ കിച്ചണിലേക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങും. 2 ദിവസം കൂടുമ്പോൾ പച്ചക്കറി വാങ്ങും. അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നാട്ടിൽ പോകേണ്ടവർക്ക് നാട്ടിൽ പോകാം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ചധികം ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. കാരണം ഈ ഒരാഴ്ച ഞങ്ങൾ നന്നായി പണിയെടുത്തിട്ടുണ്ട്. കുറച്ച് അലമ്പായിട്ടുണ്ട് അടുക്കളൊക്കെ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കവറൊരു ഭാഗത്ത് വെച്ചിരിക്കുമായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിലും അടക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പണികളാണ്. ക്ലീനിങ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മാത്രം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വരുമ്പോൾ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. താമസം എങ്ങനെയാണാവോ, ഫുഡ് എങ്ങനെയാണാവോ, ഡ്യൂട്ടി എങ്ങനെയാണാവോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഡ്യൂട്ടി പിന്നെ ഓൾമോസ്റ്റ് അറിയാമല്ലോ, നമുക്ക് നിന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളിലായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്നപ്പോൾ മാറിക്കിട്ടി.
എൻ്റെ അതേ വൈബുള്ള 3 എനിക്ക് കിട്ടിയത്. പക്ഷേ അതിൽ ഹരിത പൂവാണ്. ആ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. എൻ്റെ റൂംമേറ്റും കൂടിയാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ വേറൊരു സ്റ്റാഫിനെ അവിടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ലാബ് ടെക്നീഷ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക, വളരെ ഉപകാരമായിരിക്കും. ലാബ് ടെക്നീഷ്യന്മാരെ എൻ്റെ കൂട്ടുകാരെ അവർ ഈ വീഡിയോ കാണുന്നുണ്ട്. ഞാനൊരു വിവരം പറഞ്ഞില്ല എന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞെന്നുള്ളൂ. എന്നാലും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസുകളും വേണം എന്നാണ് മിനിമം പറയുന്നത്. പിന്നെ ഒരു 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേസ്റ്റ് ഇടാൻ വേണ്ടി ഇവിടെ വന്നു. ഈ അപ്പാർട്ട്മെൻറ്റിലത്തെ എല്ലാവരും ഇവിടെയാണ് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക്കൊക്കെ വേർതിരിച്ചാണ് വെച്ചിരിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട്. പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു. നേപ്പാളി ഫാമിലിയാണ്. പേരെന്തോ പറഞ്ഞു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. കുട്ടിയുടെ പേര് എനിക്ക് കിട്ടി, ബീബൻ. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. ഉള്ള ഭാഷ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാട്ടാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് ഭാഷ വെച്ചിട്ടാണ് സംസാരിച്ചതെന്ന്. അത് കഴിഞ്ഞിട്ട് ബാക്കി തുടച്ചു കേട്ടോ. അപ്പോൾ ഞാനെന്നെ ഈ പണിയെടുക്കണമെന്നൊന്നും വിചാരിക്കണ്ട. അപ്പുറത്ത് നിവ്യ വാഷ് ചെയ്യുന്നുണ്ട്. ഇനി ആ കുട്ടീനെ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചില്ലല്ലോ എന്നൊന്നും വേണ്ട. അത് ബാത്റൂമിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ വാതിൽ തുറക്കുകയാണ്. നിവ്യയും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണി കഴിയാൻ കുറച്ച് സമയം പിടിച്ചു. രാവിലെ കുളിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോയത്. അതുകൊണ്ട് ഈ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു. കയറി വന്ന ഉടനെ തന്നെ ഒരു ഹാളാണുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് 2 ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പണി കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡ് കഴിക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടേബിളിൻ്റെ മുകളിൽ നിന്ന് അടുക്കളയ്ക്ക് ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഒരു പണി കൂടുതലല്ലേ. റൈറ്റിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് ഫേസ് ടു ഫേസ് 2 റൂം കാണുന്നില്ലേ. ഇതിൽ റൈറ്റ് സൈഡിലുള്ള റൂമാണ് എൻ്റെ ഹരിതടി. ഞങ്ങൾക്ക് കട്ടിലിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ താഴത്ത് വിരിച്ചിട്ടാണ് കിടക്കാറ്. ഇത് ഞങ്ങൾ പോകുമ്പോൾ മടക്കി വെക്കും കേട്ടോ. ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ കാരണം നിവർത്തി ഇട്ടതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ട്രോളിയും ബാഗൊക്കെ അവിടെ തന്നെ വെച്ചിരിക്കുക. ഡ്രസ്സൊക്കെ ഞാൻ കബോർഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് പകൽ ഇവിടെ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാത്രി ആകുമ്പോൾ ജനലൊക്കെ തുറന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ റൂമും. ഇനിയാണ് മെയിൻ സാമ്രാജ്യം. വീഡിയോ എടുക്കുമ്പോൾ നിവ്യ പറയുന്നത് ഇത് തിന്നില്ലേ, അതിനിത് തിന്നല്ലല്ലോ, ഇത് വീഡിയോ എടുക്കല്ലേ. അങ്ങനെ ഇതാ ലെഫ്റ്റ് സൈഡിൽ കിച്ചണാണ് ഏറ്റവും ഭംഗി. ഒരു വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കിച്ചണാണ്. കിച്ചൺ വൃത്തിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫുഡ് സാറ്റിസ്ഫൈഡ് ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ഏത് കിച്ചണും വൃത്തിയാവും. ഇന്നിപ്പോൾ ഉമ്മ ഫുഡ് കൊണ്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. ആ സമയം കുറച്ച് ഞങ്ങൾക്ക് ലാഭമായി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചതല്ല, ഞങ്ങൾ കഴിച്ചു. രാവിലെ കുളിച്ചതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും വേണ്ടിയില്ല, കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഞാൻ വീണ്ടും കുളിക്കാൻ കയറി. വാഷ് ചെയ്യാൻ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നിവ്യയും കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് മേലത്തെ ഭാഗത്തേക്ക് പോയി. ഞായറാഴ്ച കൊണ്ട് അയലൊക്കെ ഹൗസ്ഫുള്ളാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ നിഗമനം തെറ്റി. അയലൊക്കെ കാലിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ലാവശ്യം ഞങ്ങൾ ഡ്രസ്സൊക്കെ വിരിച്ചു. സാധാരണ ഞങ്ങൾ റൂമിൽ ജനലമ്മയും നിലത്തൊക്കെ വിരിക്കാറാണ് പതിവ്. കാരണം മേലേക്ക് കയറാനുള്ള ടൈമില്ല. പിന്നെ നല്ല ചൂട് അതിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും ചെയ്യും. രാവിലെ രാത്രിയിലാണ് കുറച്ച് തണുപ്പുള്ളത്. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടി. ഞങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം 3:30 ആയി. എന്താല്ലേ കഥ, ഞങ്ങൾ 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഈ ക്ലീനിങ്ങിന് നിന്നാലാണ് ഏറ്റവും കൂടുതൽ ടൈം പോണതേ.
ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിയും. അത് വേഗം കഴിയുന്നത് എന്താ അറിയോ, ഒരു ചോറ്, ഒരു കറി, ഒരു ഉപ്പേരി, ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. മീനും വാങ്ങാറില്ല, ഇറച്ചിയും വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ നല്ല സംഭവമായിട്ട് പോകുന്നുണ്ട് വെജിറ്റബിൾസ് മാത്രം കഴിക്കുമ്പോൾ. അതും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നുണയാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുമ്പോൾ കഴിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, വേഗം താഴത്തേക്ക് പോവുക, റൂമിലേക്ക് പോവുക, ഫാൻ ഇടുക, അങ്ങോട്ട് കിടക്കുക. യാ അല്ലാ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.